പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2025 ജൂൺ എക്സാം വളരെ അടുത്തൊരു സമയമാണിത്. പല ആളുകളും എക്സാം എഴുതുന്നുണ്ടാകും. ചില ആളുകളൊക്കെ ഡിസംബറിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ. വോയിസ് കേൾക്കുന്നില്ല? ഹലോ, ഓക്കെ. ചില ആളുകളൊക്കെ ഡിസംബറിലേക്കുള്ള ഒരു പ്രിപ്പറേഷന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഉണ്ടാവുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഴുതാനിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. UGC NTA നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒറ്റ ടേമിൽ തന്നെയും 7 ലക്ഷമോ 10 ലക്ഷത്തിന്റെയൊക്കെ പരിസരത്ത് മൊത്തം സബ്ജക്റ്റുകളിൽ 80ലധികം സബ്ജക്റ്റുകളിൽ എത്രത്തോളം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. അതിൽ അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു ലാംഗ്വേജ് ആണ്, കുറെ കൂടി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാഷ ആയതുകൊണ്ടും അത് തന്നെ അറബി ഭാഷയായതുകൊണ്ടും സ്വാഭാവികമായും ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം മറ്റ് പല സബ്ജക്റ്റുകളെ അപേക്ഷിച്ചും ആപേക്ഷികമായി കുറവായിരിക്കും. പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ചലഞ്ചിങ് ആണ്. അഥവാ ഇതിന്റെ വിജയം എന്ന് പറയുന്നത് കൃത്യമായ ഇത്ര മാർക്ക് നേടിയാൽ വിജയം എന്നുള്ളതല്ല എന്നതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്ന ടോപ്പ് ലെവൽ 1 to 6% ആളുകൾക്കൊക്കെ JRF-ഉം നെറ്റും നൽകും എന്നതായതുകൊണ്ട് എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായും പഠിക്കുന്ന ആളുകളുടെ എണ്ണം കുറയും. എല്ലാവരും 10,000 20,000 ആളുകൾ എഴുതുന്ന ഒരു എക്സാമിന് അത്രയും ആളുകൾ പഠിച്ചോളണം എന്നില്ല. സ്വാഭാവികമായിട്ടും പഠിക്കുന്നവരുടെ എണ്ണം കുറെ ഉണ്ടാകും, പഠിക്കാത്തവരുടെ അതിലും കൂടുതലുണ്ടാകും. അങ്ങനെയാകുമ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതേപോലെ കിട്ടുന്ന ആളുകൾക്ക് തന്നെ JRF-ഉം നെറ്റൊക്കെ ക്വാളിഫൈ ആവുന്ന ആളുകളുടെ എണ്ണം തന്നെ കൂടാനും അതൊരു കാരണമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഘടകം ഉള്ളത് കൊണ്ട് തന്നെ അറബിക്കിൽ പൊതുവെ പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2000 അതല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു പരിസരത്താണ്. രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ ഒരു പക്ഷെ 3000-ഓ അതിന് മുകളിലൊക്കെ ചില സമയങ്ങളിൽ വരാം. പക്ഷേ എഴുതുന്നവരുടെ എണ്ണം പലപ്പോഴും 2000-ത്തിന്റെ ഒരു പരിസരത്തായിട്ടാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് നെറ്റ് എക്സാം. അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ നടത്തുക എങ്ങനെ എന്നൊരു ചോദ്യം ഇത്തരം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഓരോ ആളുകളുടെയും മുന്നിലുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ജൂൺ എക്സാം എഴുതുന്ന ആളുകളുടെ ഈ ഒരു അവസാന സമയത്ത് എത്രത്തോളം ഫ്രൂട്ട്ഫുൾ ആയിട്ട് അവർക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാം എന്നുള്ള ഒരു ചോദ്യം അവർ നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഡിസംബറിലേക്ക് ഉള്ള ആളുകൾ സമയം നമുക്കുണ്ട്. പക്ഷെ അത് എങ്ങനെയൊക്കെയാണ് ആ ഒരു സമയത്തെ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയുടെ ഒരു നിലവാരത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ നടത്തുക എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമാണ് അത്തരം സംശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സംശയങ്ങളെ ഐഫർ അഡ്രസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾക്കുള്ള ഒരു നിവാരണം കൂടിയാണ് ഈ ഒരു സെഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ നമുക്ക് പലയിടങ്ങളിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പലയിടങ്ങളിലും കോച്ചിങ്ങും മറ്റും കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധ രീതികൾ അല്ലെങ്കിൽ വിവിധ സ്ട്രീമുകൾ, പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നതിനു പുറമെ നമുക്കൊരു കൃത്യമായ ഒരു ദിശ നിർണയിക്കാൻ അല്ലെങ്കിൽ ഒരു കൃത്യമായ പെർസെപ്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ എന്ത് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും കാര്യം. ഓക്കെ, അപ്പോ ഐഫറെ അവതരിപ്പിച്ചൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടാകും. ഐഫറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാല
PYQകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓരോ യൂണിറ്റുകളിലും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മത്സര പരീക്ഷകളുടെ പ്രിപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കഴിഞ്ഞ തവണയൊക്കെ ഐഫറിൽ നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തുകയും ആ രീതിയിൽ ഇത്തരം ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മെറ്റീരിയൽസും നമ്മൾ ഇത്തരം ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു അനുഭവം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ബ്ലൂ പ്രിന്റ് കുറെ കൂടി പബ്ലിക്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ആ ബ്ലൂ പ്രിന്റ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൂർവ്വകാല ചോദ്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്കുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനമായി നമുക്കൊരു അറബിക്കിനെ സംബന്ധിച്ചിടത്തോളം 10 യൂണിറ്റ് ആണ്. 10 യൂണിറ്റിലും നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത്, 10 യൂണിറ്റുകളും കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അറബിക്കിന്റെ ഒരു കട്ട് ഓഫ് ബേസ് ചെയ്യുമ്പോൾ അറബിക്കിലെ നെറ്റിന്റെ കട്ട് ഓഫ് നിങ്ങൾക്കറിയാം. നെറ്റിന് 198ഒക്കെയാണ് ഈ കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത്. OBCയുടെ ഒരു സ്ട്രീമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, JRF എന്ന് പറയുന്നത് 230ആണ്. ഇതുവരെയുള്ളതിൽ തന്നെയും ഏറ്റവും ബെസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയാവുന്നതാണ് OBC ബേസ്ഡ് ആയിട്ട് 230 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ട് വരികയാണ്. ഈ 230ഉം 198ഒക്കെ മാർക്ക് നമുക്ക് അറബിക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നേടാൻ കഴിയില്ല. ഒരുപാട് തെറ്റുകൾ നമ്മൾ അറിയാതെ പോലും വരാൻ സാധ്യതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പേപ്പർ 1 കൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം. പേപ്പർ 1ൽ നമുക്ക് കുറെ കൂടി സിമ്പിൾ ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള കുറെ ഏരിയകളുണ്ട്. അതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ച് എടുത്താൽ അതിൽ നിന്ന് വരുന്ന ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരം ആ പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ അങ്ങനെ ആ രീതിയിൽ വിശദമായിട്ട് പോകുന്നില്ല. നമ്മൾ കൂടുതലായിട്ട് അറബിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഓരോ യൂണിറ്റുകളിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഒന്ന് പരാമർശിച്ച് പോവുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ഈ ഒരു സെഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് അല്ലെ. അറബിക്കിൽ വരുന്ന സമയത്ത് യൂണിറ്റ് 1 മോസ്റ്റ് ഇമ്പോർട്ടന്റ് യൂണിറ്റുകളിൽ ഒന്നാണ്. ഓക്കെ, യൂണിറ്റ് 5 ഇപ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടന്റ് യൂണിറ്റുകളിൽ ഒന്നായി മാറുന്നുണ്ട്. യൂണിറ്റ് 7 വളരെ പ്രധാനപ്പെട്ട യൂണിറ്റുകളിൽ ഒന്നാണ്. യൂണിറ്റ് 10 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു യൂണിറ്റ് ആയിട്ട് ഇപ്പൊ യൂണിറ്റ് 10 മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണയൊക്കെ 33, 34 ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 10ൽ നിന്ന് മാത്രം വന്നിട്ട്. എങ്ങനെ യൂണിറ്റ് 10ൽ നിന്ന് ഇത്ര ഭീകരമായ അളവിൽ ചോദ്യങ്ങൾ വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ട്രക്ചർ ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എക്സാമിന്റെ ഒരു പാറ്റേൺ ഈ ഒരു 2-3 വർഷമായിട്ട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചില ചേഞ്ചുകൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാറ്റത്തിന്റെ ഫലമായിട്ടാണ് യൂണിറ്റ് 10ന് ഇത്രത്തോളം റെലവൻസ് അല്ലെങ്കിൽ ഇത്രത്തോളം യൂണിറ്റ് 10ൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. പാരഗ്രാഫ് 2 പാരഗ്രാഫ് ചോദിക്കാറുണ്ട് പലപ്പോഴും. ഈ പാരഗ്രാഫിൽ ഒന്ന് ചിലപ്പോൾ കവിതയായിരിക്കാം, അതല്ലെങ്കിൽ രണ്ടും പാരഗ്രാഫ് സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള പാരഗ്രാഫുകളായിരിക്കും. ഇങ്ങനെ പാരഗ്രാഫിൽ നിന്ന് മാത്രം 10 ചോദ്യങ്ങൾ വരും. ശരാശരി 10 യൂണിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള ഒരു പൊതു കീഴ്വഴക്കം വെച്ച് നോക്കിയാൽ യൂണിറ്റ് 10ൽ നിന്ന് 10 ചോദ്യമാണ് വരേണ്ടത്. പക്ഷേ 2 പാരഗ്രാഫ് വരുന്ന ഒരു സമയത്ത് മാത്രം 10 ചോദ്യങ്ങൾ പാരഗ്രാഫിലൂടെ തന്നെ യൂണിറ്റ് 10ൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പുറമെ യൂണിറ്റ് 10ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായി ഈ അടുത്ത് മാറുന്നതാണ് ലിംഗ്വിസ്റ്റിക് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ തത്ബീഖുൽ ലുഗവിയയിൽ വരുന്ന നഹ്വ് സർഫ്. ഓക്കെ, ഈ നഹ്വ് സർഫിൽ നിന്നാണ് പലപ്പോഴും ഈ അടുത്തായിട്ട് 20-ലധികം ചോദ്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ 10-15 ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോ വളരെ വലിയ അളവിൽ നഹ്വിന് അതല്ലെങ്കിൽ സർഫിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ വളരെ ആലസ്യത്തോടു കൂടി അല്ലെങ്കിൽ അലസമായിട്ടൊക്കെ പഠിച്ച ആളുകളാണ് പലരും നഹ്വ് എന്ന് പറയുന്നത്. പക്ഷെ നഹ്വ് ഈ അടുത്തായിട്ട് വളരെ സീരിയസ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കുറച്ചു മുമ്പേ നഹ്വിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. പക്ഷെ മുമ്പൊക്കെ അവർ ചോദിക്കാറുണ്ടായിരുന്നത് അതത് മാത്രമായിരുന്നു, അതതിന്റെ നിയമങ്ങൾ മാത്രമേ, പിന്നെ വല്ലപ്പോഴും ഇസ്തിസ്നാഇന്റെ നിയമങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കാര്യങ്ങൾ.
അതതും ഇസ്തിസ്നാഇന്റെ ഒക്കെ പുറമെ കിലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ജംഉമായി ബന്ധപ്പെട്ട് ഇറാബിയായിട്ടുള്ള ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഇസ്മിഫീലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി നെഹവിന്റെ വിവിധ ഭാഗങ്ങൾ സ്പർശിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ സീരിയസ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം യൂണിറ്റുകളുടെ ഒരു പ്രാധാന്യം പറഞ്ഞിട്ട് ആ യൂണിറ്റുകൾക്കകത്തുള്ള പ്രാധാന്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാന്ന് കരുതിയിട്ടാണ്. ഓക്കെ. അപ്പോ യൂണിറ്റ് 10 നിന്ന് 30 അതിലധികം ചോദ്യങ്ങൾ ഈ അടുത്തായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 20 ചോദ്യങ്ങളൊക്കെ ശരാശരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു രീതിയെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മള് യൂണിറ്റ് 10 നമുക്ക് ചില പരിമിതികളുണ്ട്. എങ്ങനെ പരിമിതി എന്ന് ചോദിച്ചാല്, നമുക്ക് നെഹ്വ് എന്ന് പറയുന്നത് തന്നെയും വളരെ വലിയൊരു ഏരിയയാണ്. അപ്പോ കൃത്യമായിട്ട് തത്ബീഖാത്തുൽ ലുഗവിയ്യയുടെ ഒരു അനുബന്ധം മാത്രമാണ് നെഹ്വ് എന്ന് പറയുന്നത്. അതിൽ സിലയുമായി ബന്ധപ്പെട്ടത് വരുന്നുണ്ട്, നെഹവുമായി ബന്ധപ്പെട്ടത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ പത്രങ്ങളിൽ വരുന്ന ചില ടേമുകളുമായി ബന്ധപ്പെട്ടും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. ഇംഗ്ലീഷ്, അറബി ടേമുകൾ ഒക്കെ ആയിട്ട് വരുന്നത്, അല്ലാതെ ഈ ഇക്കണോമിക്സ് അതേപോലെ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ടേമുകൾ ട്രാൻസ്ലേഷൻ ഭാഗത്ത് വരുന്നുണ്ട്. പത്രങ്ങളിൽ സാധാരണയായിട്ട് വരും. നമ്മൾ പത്രം വായിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഷാപരമായിട്ടുള്ള ഒരു സ്കില്ല് വികസിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടി ഉള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ അവർ ലിംഗ്വിസ്റ്റിക് ആപ്ലിക്കേഷന്റെ ഭാഗമാക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോ ട്രാൻസ്ലേഷനും അതേപോലെ ഈ പറയുന്ന നമ്മുടെ തദ്ബീഖാത്തുൽ ലുഗവിയ്യയിൽ വരുന്ന പത്രങ്ങളിലൊക്കെ വരുന്ന ടേമുകൾ, ഇതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈസി അല്ല. നമുക്ക് ഒരു 400 വേർഡുകളും അതിന്റെ അറബിയും, അല്ലെങ്കിൽ ഒരു 500 അറബിയും അതിന്റെ ഇംഗ്ലീഷും പഠിക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു വൊക്കാബുലറി എൻറിച്ച്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് ക്ലാസ്സിലൂടെ നമ്മൾ ആർജിക്കേണ്ട ഒരു സ്കില്ലല്ല യൂണിറ്റ് 10മായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ യൂണിറ്റ് 10ന് പലപ്പോഴും വലിയ കോച്ചിങ് കൊടുക്കുന്ന ക്ലാസ്സുകൾ കിട്ടുന്ന ക്ലാസ്സുകൾക്ക് ഒരു പരിമിതി ഉണ്ടാവും. കാരണം അതിന്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് കുറെ കൂടി ഇലാസ്തികതയുള്ളതാണ്. നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിനകത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റിയതോ ആയ രീതിയിലല്ല യൂണിറ്റ് 10 ഉള്ളത്. കുറെ കൂടി ചിതറിയതാണ്. ഇനി നെഹ്വ് എന്ന് പറഞ്ഞാൽ പോലും പൂർണ്ണാർത്ഥത്തിൽ നെഹ്വിന്റെ പഠനം എന്നാൽ 1 വർഷം 2 വർഷമൊക്കെ നെഹ്വിന്റെ വിശദാംശങ്ങൾ പഠിക്കാൻ സമയമെടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അറബിക് ഗ്രാമർ എന്ന് പറയുന്നത്. വിത്ത് സർഫായിട്ടാണ് ഞാൻ പറയുന്നത്, സർഫ് നെഹ്വ്. ഓക്കെ. അപ്പൊ അതൊക്കെ നമുക്കൊരു 6 മാസത്തെ പരീക്ഷയിൽ അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ കാര്യങ്ങൾ കവർ ചെയ്യുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും സാധിച്ചുകൊള്ളുന്നില്ല. അപ്പൊ നമ്മള് നേരത്തെ തന്നെ അറബി ഭാഷ പഠിക്കുന്നവരാണ്. പ്രൈമറി ലെവലിൽ ചിലപ്പം അഫ്ദലുൽ അല്ലെങ്കിൽ ഡിഗ്രി ബി അറബിക്ക് ആ രീതിയിലൊക്കെ സ്ട്രീമിൽ വരുന്ന ആളുകൾ നേരത്തെ തന്നെ നെഹവിന്റെ ചില ഭാഗങ്ങൾ പരിചയപ്പെട്ടിട്ടാവും. ആ സമയത്ത് അത്ര സീരിയസ് ആവാതെ. അപ്പൊ നമ്മള് ആ ഒരു ഭാഗത്തൊക്കെ വരുന്ന കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കുക, അതൊന്നും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, എടുത്തു നോക്കുക. ആ രീതിയിൽ നെഹവിന്റെ ഭാഗങ്ങൾ കുറെ കൂടി നമ്മൾ തറവാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ നെഹ്വു വളരെ ഇമ്പോർട്ടന്റ് ആയി മാറുന്നുണ്ട്, സുറഫും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നുണ്ട്. 2 ചോദ്യങ്ങൾ 3 ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നെഹ്വിൽ നിന്ന് സുറഫുമായി ബന്ധപ്പെട്ടതായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ രീതിയിൽ യൂണിറ്റ് 1, യൂണിറ്റ് 5, യൂണിറ്റ് 7, യൂണിറ്റ് 10 ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാവുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ബാക്കിപ്പോ 3, 4, 9 ഇതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇതൊക്കെ കുറെ കൂടി അതിനും താഴെ വരുന്നതാണ്. നമുക്ക് അത്ര തന്നെ വേണമെന്നില്ല, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര ടൈം ഓരോ യൂണിറ്റുകൾക്ക് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ. അപ്പൊ 1, 5, 7, 10 ഈ യൂണിറ്റുകൾക്ക് നമ്മൾ കുറെ കൂടി ടൈം സ്പെൻഡ് ചെയ്യണം. അതിന്റെ ഏരിയകളൊക്കെ ഞാൻ പറയാം. 3, 4, 9 ഇതിനും നമ്മൾ കുറച്ചൊക്കെ സമയം കണ്ടെത്തണം. ആ 2, 6, 8 കുറെ കൂടി ഫാക്ച്വൽ ആയിട്ട് സ്പീഡ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പൂർണ്ണാർത്ഥത്തിൽ അത് നിസ്സാരമാക്കണം എന്നോ അവഗണിക്കണം എന്നോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇമ്പോർട്ടന്റിന്റെ ഒരു ഓർഡർ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. നമ്മള് തസാവുദി തനാസുരി എന്ന് പറയാനുണ്ടല്ലോ. അപ്പൊ 1, 5, 7, 10, 3, 4, 9, 2, 6, 8 ഇത് തനാസുലി ഓർഡർ ആട്ടോ. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റിൽ നിന്ന് ചെറിയ ഇമ്പോർട്ടന്റിലേക്കുള്ള. ഓക്കെ. വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരിക എന്നുള്ളതാണല്ലോ തനാസുലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അത് തനാസുലി ഓർഡറിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ അത് നമ്മള് ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. ഇതാണ് പ്രാഥമികമായിട്ട് യൂണിറ്റുകളെ വിലയിരുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആമുഖമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഓരോ യൂണിറ്റുകളിൽ, ഇപ്പോ യൂണിറ്റ് 1നെ സംബന്ധിച്ചിടത്തോളം 6 സബ് ടോപ്പിക്കുകളുണ്ട്. അസ്ലുൽ എന്ന് പറയുന്നതുണ്ട്, സ്വാലിക്ക് വരുന്നുണ്ട്, മുഅല്ലഖ് വരുന്നുണ്ട്, മുഹദ്റം വരുന്നുണ്ട്, അമവി വരുന്നുണ്ട്, അബ്ബാസി വരുന്നുണ്ട്. ഈ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു മത്സര പരീക്ഷയിൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ. ഏറ്റവും ശരിയായിട്ടുള്ള ഓക്കെ, ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? പൂർണ്ണാർത്ഥത്തിൽ കവർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ. ഇനി ചിലപ്പോൾ അതിന് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാം കൂടി കവർ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ടൈം ഉണ്ടായാലും ഒക്കെ കൂടി ആവുമ്പോൾ ആകെ നമ്മുടെ മെമ്മറി ഒക്കെ ആകെ ഇതായി പോവുക, അങ്ങനെയൊക്കെയുള്ള ചില ആശങ്കകൾ, അനാവശ്യ പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ കൂടി, അല്ലെങ്കിൽ സമയത്തിന്റെ ഒരു പരിമിതിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ ഏത് എന്ന നിലക്ക് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് മാത്രം. ഓക്കെ. ക്ലിയർ ഉണ്ടാവുമല്ലോ അല്ലെ കാര്യങ്ങൾ? ഇനി ഞാൻ പറയണം ഓരോ യൂണിറ്റുകളിൽ നമ്മൾ കുറെ കൂടി ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗങ്ങളായിട്ട്. യൂണിറ്റ് 1നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് യൂണിറ്റ് 1. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ്, അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മുഅല്ലഖ്. മുഅല്ലഖയിൽ നമുക്ക് 4 പേര് പഠിക്കാനുണ്ട്. ഓക്കെ. നമ്മൾ ബ്ലൂ പ്രിന്റ് ബേസ് ചെയ്തിട്ടൂടെ കേട്ടോ സംസാരിക്കുന്നത്. മുഅല്ലഖയിൽ നമുക്ക് 4 പേരാണ് പഠിക്കാനുള്ളത്. ആ 4 പേര് എന്ന് പറയുന്നത് ഇംറുൽ ഖൈസ്, സുഹൈർ, അംർ ബിൻ കുൽസൂം, അൻദർ. ഈ 4 പേരാണ്. മുഹദ്റമില് നമുക്ക് കഅബ ബിൻ സുഹൈർ, മുഹത്തൈഅ, ഖൻസ, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു ഇവരെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ മുഹദ്റമ എന്ന് പറയുന്ന ഏരിയയും പ്രധാനമാണ്. അമവികളിൽ നമുക്ക് 5 പേരെ പഠിക്കാനുണ്ട്. അബ്ബാസിൽ നമുക്ക് 7 പേരെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ 4, 4, 5, 7, അപ്പൊ ടോട്ടൽ ഇവിടെ 20 ആളുകൾ വന്നു കഴിഞ്ഞു. അപ്പൊ യൂണിറ്റ് 1ൽ നിന്ന് തന്നെ 20 പേരെയും പഠിക്കണോ എന്ന് ചോദിച്ചാൽ ടോട്ടലി 20 പേരല്ലല്ലോ. പക്ഷെ 20 പേരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. അപ്പോ ഈ മുഅല്ലഖയിൽ 4 പേരും ഒരുപോലെ പ്രധാനമാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇമ്രുൽ ഖൈസിനും സുഹൈറിനും മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി പ്രാധാന്യം ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതിനർത്ഥം അന്തറയുടെ അമൃബിന് കുൽസൂമിന്റെ കവിതകൾ വരാറില്ല എന്നല്ല. അമൃബിന് കുൽസൂമിനെ കുറിച്ച് കഴിഞ്ഞ ഇതിലും എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ. അന്തറയെ കുറിച്ച് പലപ്പോഴും വരാറുണ്ട്. അപ്പൊ സുഹൈറും ഇമ്രുൽ ഖൈസുമാണ് അതിൽ കൂടുതലായിട്ട് പ്രാധാന്യമുള്ളത്. ഈ മുഹറമീങ്ങളില് ഹസ്സാൻ നബിന് സാബിത്ത് റളിയല്ലാഹുവിനെ കുറിച്ചും ഹുത്തൈയെ കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ മറ്റുള്ളവരെക്കാൾ ആപേക്ഷികമായി കൂടുതൽ വരാറുണ്ട്. അമവികൾ എടുത്തു നോക്കിയാൽ ചില ക്വസ്റ്റ്യനിലൊക്കെ ഫറസ്ദക്കും ജരീറൊക്കെ മികച്ചു നിൽക്കുന്നത് കാണാം. പക്ഷെ വേറെ ചില ഭാഗങ്ങൾ നോക്കുമ്പോൾ ജമീൽ ബിൻ ഉമറിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ തവണ 2 ചോദ്യങ്ങൾ ഏറ്റവും വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് മാത്രം. അപ്പോ ഈ അമവികളുടെ എന്ന് പറഞ്ഞാൽ കുറെ കൂടി ഷഫ്ലിംഗ് ആയിട്ട് വരുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു ഭാഗത്തെ അവരെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും, ചിലപ്പോൾ ബാക്കിയുള്ള വേറെ ആളുകൾ അടുത്തൊരു ടേമിൽ. അപ്പോ നമുക്ക് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ഭാഗമല്ല അമവികൾ എന്ന് പറയുന്നത്. അബ്ബാസികളുടെ ഇതെടുക്കുന്ന സമയത്ത് ബഷാർ, അബൂ നുവാസ്, അബൂ തമാമ്, മുഹത്തരി, മുത്തനബി, ഇബ്നു റൂമി, മഅരി, ഈ 7 പേരാണ് നമുക്ക് യൂണിറ്റ് 1ൽ അബ്ബാസിയിൽ വരുന്നത്. ഇതില് മഅരിയെ കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. എന്നാൽ ബഷാറിനെ കുറിച്ച് ചോദ്യങ്ങൾ
വരാറുണ്ട്. ഓക്കെ. അബൂനുവാസിനെ കുറിച്ചും നന്നായി ചോദ്യങ്ങൾ വരാറുണ്ട്. അബൂ തമാമിനെ കുറിച്ച് കുറച്ചൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. മുഹത്തരെ കുറിച്ചും കുറച്ചൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. മുത്തനബിയെ കുറിച്ചിട്ട് അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? ഓക്കെ. ബഷാർ, അബൂനവാസ്, മുത്തനബി, മാരിയെ കുറിച്ച് മറ്റുള്ളവരെക്കാളൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അബൂ തമാമും മുഹത്തരിയും കുറച്ച് അവരത്ര അല്ലെങ്കിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇബ്നു റുമിനെ കുറിച്ച് കുറച്ചുകൂടി കുറഞ്ഞ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവാറ്. ഓക്കെ. ഇതാണ് യൂണിറ്റ് 1 ബന്ധപ്പെട്ട നമ്മളെ ആ ഒരു ഏരിയ ബ്ലൂ പ്രിന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏരിയ ബേസിൽ പറയാം. ഇനി നമുക്ക് നോക്കാം. കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഗങ്ങളിൽ നിന്ന് വന്ന ചോദ്യങ്ങളുടെ ഒരു രീതിയാണ്. നോക്കൂ, 2024 ഡിസംബറിൽ യൂണിറ്റ് 1 നിന്ന് മുഹല്ലഖയുമായി ബന്ധപ്പെട്ട് മാത്രം 3 ചോദ്യങ്ങൾ വന്നു. മുഹദ്റമീങ്ങൾ 1 വന്നിട്ട് ഹമവിയും അബ്ബാസിയും തുല്യമാണ് കേട്ടോ. അപ്പൊ മൊത്തം 10 ചോദ്യം എടുത്തതല്ല. ചിലപ്പോൾ ചിലത് ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ല ടേബിൾ ആയിരിക്കും. ആ ടേബിൾ ഒന്ന് യൂണിറ്റ് 1 അബ്ബാസി ആയിരിക്കും, മറ്റേ ഹമവി ആയിരിക്കും. അപ്പൊ രണ്ടും പഠിക്കണമല്ലോ. അപ്പൊ ആ അർത്ഥത്തിലൂടെ ഞാൻ നമ്പർ ചിലപ്പോൾ ഇട്ടുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ 3 ചോദ്യങ്ങൾ അമവിയും അബ്ബാസിയും മുഹല്ലക്കയും 3 ചോദ്യങ്ങളാണ് ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ യൂണിറ്റ് 1 മുഹല്ലക കലക്കി കുടിച്ചു. നിങ്ങൾക്ക് 3 ചോദ്യത്തിനുള്ള ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. യൂണിറ്റ് 1 നിന്ന് വരുന്ന ബാക്കി 7 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മള് പഠിക്കുന്ന സമയത്ത് ഒരു യൂണിറ്റിൽ ഒരു ഭാഗം അങ്ങ് ഫോക്കസ് ചെയ്ത് പഠിക്കുക, ബാക്കിയുള്ള ഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക. അത് മത്സര പരീക്ഷയുടെ ഒരു രീതിയേ അല്ല. കാരണം പലപ്പോഴും ആ ഏരിയ കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നതിൽ തന്നെ ഏരിയ ആയിട്ട് അവർ തിരിച്ചിട്ട് കുറെ കൂടി പ്രാധാന്യം കൊടുക്കും. ഓക്കെ. അപ്പൊ ആ സമയത്ത് യൂണിറ്റിന്റെ ഒരു ഭാഗം നിങ്ങൾ മെനക്കെട്ട് പഠിച്ചു, ആ യൂണിറ്റിന്റെ മറ്റു ഭാഗങ്ങൾ നിങ്ങൾ അവഗണിക്കുകയും ചെയ്താൽ നിങ്ങളുടെ സ്കോറിനെ അത് ബാധിക്കും. എല്ലാ ഏരിയയിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. ഇനി ഇതിനർത്ഥം സഅലൂക്കിൽ നിന്ന് വന്നിട്ടില്ല എന്നല്ല, അതേപോലെ അസ്ലുലുഗയുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നല്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ ഇതാണ്. ഇപ്പൊ സൗലൂക്കിൽ നിന്ന് താപതഷറിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട് മുമ്പ്, കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം സൗലൂക്ക് പഠിക്കേണ്ട എന്നോ ഒന്നുമല്ല. സൗലൂക്കിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങളെയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. 2024 ജൂൺ ടേം എടുത്തു നോക്കൂ. മുഹല്ലക്കയിൽ നിന്ന് 5 ചോദ്യങ്ങളുണ്ട്. അബ്ബാസിയിൽ നിന്ന് 4 ചോദ്യങ്ങളാണ്. അമവിയിൽ നിന്ന് അതേപോലെ 3 ക്വസ്റ്റ്യൻസ്. മുഹദറമിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. അപ്പോ റെലവൻസ് എന്ന് പറയുന്നത് മാറുന്നില്ല. ഓക്കെ. മുഅല്ലഖക്കും അബ്ബാസിക്കും അമവിക്കും തുല്യമെന്ന് പറയാവുന്ന രീതിയിൽ പ്രാധാന്യങ്ങളുണ്ട്. ഇനി 2023 ഡിസംബർ എടുത്ത് നോക്കൂ. മുഅല്ലഖയിൽ 4 ചോദ്യങ്ങളുണ്ട്. മുഹദറമിൽ 1 ചോദ്യം തന്നെയാണുള്ളത്. ഓക്കെ. അമവി 6 ചോദ്യമുണ്ട്. അബ്ബാസി 4 ചോദ്യം. അപ്പൊ ആ തവണത്തെ യൂണിറ്റ് 1 നിന്ന് മൊത്തം വന്ന ചോദ്യങ്ങൾ നോക്കൂ നിങ്ങൾ, കുറെ കൂടി കൂടുതലാണ്. 10-15 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കൂ നിങ്ങൾ, ഇവിടെ 14 ചോദ്യങ്ങൾ വന്നു, 13 ചോദ്യങ്ങൾ. ഇവിടെ 10. ഞാൻ പറഞ്ഞിട്ടുള്ളത് 10 എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ടേബിളൊക്കെ വരുന്ന സമയത്ത് 4 4 ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരെ 4ലും മാർക്ക് ചെയ്യും. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണോ. അപ്പൊ ആ ഭാഗമൊക്കെ പഠിക്കണം എന്നുള്ളതിൽ അവിടെ ഇത്ര കൃത്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളത് മാർക്ക് ചെയ്യും. ഓക്കെ. അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഈ രീതിയിൽ നമ്മൾ നന്നായിട്ട് ഓരോ സബ് ടോപ്പിക്കുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഠന സമയം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏരിയകൾ തിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാത്ത ഏത് തയ്യാറെടുപ്പുകളും അപകടമാണ്. നമ്മളിപ്പോ ഒരു സൈന്യം ഒരു ആക്രമിക്കാനും വരുന്നുണ്ടെങ്കിൽ മറ്റേ സൈന്യത്തിന്റെ കൃത്യമായ അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റണം. അവിടെയുള്ള ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയാൻ പറ്റണം. ഇതേപോലെ നമുക്ക് നെറ്റ് എക്സാമിൽ അറബിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിപ്പറേഷൻ ഒരുങ്ങുന്ന സമയത്ത് ഈ അറബിയുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. അത് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ എഫേർട്ടുകൾ പലപ്പോഴും വെള്ളത്തിലെഴുതിയ പോലെ എന്ന് പറയുന്ന മാതിരി നമ്മുടെ എഫേർട്ട് ഫ്രൂട്ട്ഫുൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. ഒന്ന് കുറെ കൂടി ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോവാം. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ ഒരു ഇതാവാൻ വേണ്ടി ഒന്ന് ലോങ് ആയിട്ട് പറഞ്ഞു തന്നാണ്. നോക്കൂ, ജമീൽ ബിൻ ഉമർ കണ്ടോ, ഉറുവ. ഇത് നോക്കി, ഇത് 4 ഏരിയ നിന്നാണ്. ഒന്ന് മുഹദറമിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ, മറ്റൊന്ന് അബ്ബാസിയിൽ നിന്നാണ്, മറ്റൊന്ന് അമവിയിൽ നിന്നാണ്, മറ്റൊന്ന് സഅലൂക്കാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ആൻസർ കിട്ടാൻ നമ്മൾ ആ സിലബസിന്റെ PDF ഉണ്ടല്ലോ, അതെന്നെ പഠിച്ചാൽ മതി.
ഓരോ സബ് ടോപ്പിക്കുകളിൽ വരുന്ന ആളുകളെ കുറിച്ച് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ആ രീതിയിൽ ഒരു ടേബിളിൽ നിന്ന് വരുന്ന സമയത്ത് വിവിധ ഭാഗത്തു നിന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവും. ഓക്കെ. ഇത് അമർ ബിൻ കുൽസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതെ, ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ടേമിലായിട്ട് അവർ പരീക്ഷിക്കുന്ന ഒന്നാണ്. പൊതുവെ 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് എ ബി ബി എ ബി റോങ് അങ്ങനെയായിരുന്നു ഉണ്ടാവാറുള്ളത്. വാങ്ക് വിളിക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പോ ഇപ്പോ അവര് 2 സ്റ്റേറ്റ്മെന്റും വിട്ട് 4 സ്റ്റേറ്റ്മെന്റും വിട്ട് 5 സ്റ്റേറ്റ്മെന്റാണ്. നോക്ക് നിങ്ങള് 1, 2, 3, 4, 5. അപ്പൊ ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് 5 സ്റ്റേറ്റ്മെന്റുകൾ തരികയാണ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഓപ്ഷന് കണ്ടെത്തുക. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാ ഭാഗങ്ങളും പെരിഫറൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ഡീപ്പായിട്ട് പഠിക്കണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മുമ്പ് 2 കാര്യങ്ങൾ വരിക, ഇപ്പൊ 2 വരിക. ഓക്കെ. അപ്പൊ അമ്രുബിന് കുൽസും എന്ന ആളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മുഅല്ലഖയെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നു. നിങ്ങളുടെ പഠനം ഏതിൽ ഒതുങ്ങിയാൽ പോരാ, അദ്ദേഹത്തിന് ഒരു മുഅല്ലഖയുണ്ട്, അത് നൂനിയയാണ് എന്ന് പഠിച്ചാൽ പോരാ. അത് നൂനിയയാണ് എന്ന് പഠിക്കണം, അത് ബഹ്റു വാഫിറാണെന്ന് പഠിക്കണം, അത് 100 ബൈത്ത് ഉണ്ട് എന്ന് പഠിക്കണം. 1000 ബൈത്ത് ഉണ്ട്, അതിന്റെ 10-1 അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ തുടക്കം അലാ ഹുബീബി സഹനിക വസ്ബഹീന വലാ തുബ്ഖി ഖുമൂറൽ അൻദരീന എന്ന് നിങ്ങൾ പഠിക്കണം. അത് പഠിക്കുന്ന വിഷയത്തിന്റെ തന്നെ ഡീപ്പ് ലെവലിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് ഇത്തരം ചോദ്യങ്ങളിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ചോദ്യത്തിന്റെ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓടിച്ചു പോവുക എന്നുള്ളതല്ല, നന്നായി തന്നെ പോവുക എന്നുള്ളതാണ്. ഈ ഓക്കെ. നന്നായിട്ട് നമ്മള് വോയിസ് കേൾക്കുന്നില്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ടോ? ഹലോ. ഓക്കെയാണ്, ഓക്കെയാണ്. ഓക്കെ. ഇതുണ്ടോ ജമീൽ ബിൻ മഅമറിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം ഈ കഴിഞ്ഞ പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ 5 സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ജമീൽ ബിൻ മഅമർ അദ്ദേഹം മിസ്റിൽ ജനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച സ്ഥലം ഏത്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ കവിത എങ്ങനെയുള്ളതാണ്? അദ്ദേഹത്തെ ഇങ്ങനെ കൊല്ലാനുള്ള കൽപ്പന ഉണ്ടായിട്ടുണ്ടോ? അത് നടത്തിയിട്ടുള്ളത് മർവാനാണോ? മർവാൻ മദീനയുടെ ഗവർണറാണോ? മർവാൻ എന്നുള്ളത് വരെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, മർവാൻ ഏത് ഗവർണറായിരുന്നു എന്നുള്ളത് ക്ലിയർ ആവണം. ഓക്കെ. അദ്ദേഹം മർവാനെ പേടിച്ച് ഈ ഷാമിലൂടെ ഒക്കെ മിസറിലൂടെയും ആയിരുന്നോ നടന്നിരുന്നത്, അല്ലെങ്കിൽ മാറി മാറി കളിച്ചിരുന്നത്? അദ്ദേഹത്തിന്റെ കവിതയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗോത്രീയമായിട്ടുള്ള ഒരു ആസ്പെക്റ്റിലുള്ളത് കൂടിയാണോ? ഇങ്ങനെയുള്ള ഒരു ടിപ്പ് ലെവലിലേക്ക് പഠനങ്ങൾ പോവേണ്ടതുണ്ട് എന്ന
ഒരു വ്യക്തമായ സൂചനയാണ് നമുക്ക് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു എക്സാമിന്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഇനി അബു തമാമിന്റെ ഒരു ബൈത്ത് കൊടുക്കുകയാണ് കണ്ടോ. അപ്പോ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കവികളുടെ ബൈത്തുകൾ കൊടുക്കുന്നുണ്ട്. അത് മുഅല്ലഖയാവാൻ, ചിലപ്പോ അമവികളാവാം, അബ്ബാസികൾ, അവർക്ക് കവിതകൾ തന്നിട്ട് ആ കവിത ആരുടേതാണ്, ഈ കവിത ഏത് ബഹറിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കവിതകളൊക്കെ ഒട്ടുമിക്കതും സയ്യാത്തിൽ പറയപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഉമ്മത്തുൽ കുത്തുബിൽ പറയപ്പെട്ടതായിരിക്കും. അതിൽ നിന്നൊരു ശകലം അവർ എടുത്തു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് എവിടുന്നാ കിട്ടുക, അവരെഴുതിയ കവിതകളൊക്കെ എവിടുന്ന് കിട്ടാനാ എന്നുള്ള ആശങ്കയൊന്നും ആവശ്യമില്ല. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഉമ്മത്തുൽ കുത്തുബുകളിൽ ഏതെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ സയ്യാത്തിൽ തന്നെ പലതും നേരിട്ട് അവരുടെ എക്സാമ്പിൾ ആയിട്ട്, കവിതയുടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതിൽ നിന്ന് ഉദ്ധരിക്കുക മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗം 3-4 ഏരിയകൾ വരുന്നുണ്ട്. ഇതില് ഖിതാബ ജാഹിലിയ വരുന്നുണ്ട്. അതിനുശേഷം അതേപോലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഖിസസ് ഹിക്കായത്ത് വരുന്നുണ്ട്. അതൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ കുറെ കൂടി ഖിതാബ ഇസ്ലാമിയയിൽ നിന്നും റസായിലുകൾ, മക്കാമുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ കഴിഞ്ഞ 3 ടേമുകൾ വിലയിരുത്തുന്ന സമയത്ത് ഖിതാബ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു, ഹജ്ജാജ് ബിൻ യൂസഫ്, സിയാദ്, ഇവരാണ് പ്രധാനമായിട്ടും. താരിഖ്, ഇവരാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അതിൽ 3 ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഈ കഴിഞ്ഞ ടേമില്. മക്കാമാത്തിൽ നിന്ന് 3 ചോദ്യങ്ങളുണ്ട്, റസായിൽ നിന്ന് ഒറ്റ ചോദ്യമാണ്. ഓക്കെ, അപ്പോ നമ്മള് പറയാറുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗം റസായിലാണ് എന്നുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമായിട്ട് നമ്മൾ പൊതുവെ യൂണിറ്റ് 2 പറയാറുള്ളത് ഇതെന്നെയാണ്. മാറിയതാട്ടോ, ഞാൻ ടൈപ്പ് ചെയ്തത് മാറിയതാണ്. ഇത് ശരിക്കും ഈ രീതിയിലല്ല ഇതിന്റെ ഒരു ഓർഡർ വരുന്നത്. ഓർഡർ മാറിപ്പോയതാണ്. ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളത് റസായിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഓക്കെ, അപ്പോ റസായിൽ തന്നെയാണ് ചോദ്യങ്ങൾ. ഞാൻ എഴുതിയിട്ടുള്ള ഒരു പാറ്റേൺ മാറിപ്പോയതായിരുന്നു. അപ്പം റസായില് ഈ രൂപത്തിൽ 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡാറ്റ മിസ്സിംഗ് ആണ്. 2023 ഡിസംബറിലും ഈ റസായിലിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം എന്ന് റസായിലാണ്. അപ്പൊ ഈ റസായിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ആള് ഒന്ന് അബ്ദുൽ ഹമീദാണ്, മറ്റൊന്ന് ജാഹിദാണ്. ഈ 2 പേരെയാണ് മറ്റുള്ളവരെക്കാൾ നമ്മൾ ഈ ഭാഗത്ത് കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത്. കിതാബ ഇസ്ലാമിയയിൽ നമ്മൾ സിയാദും ഹജ്ജാജുമാണ് മറ്റുള്ളവരെക്കാൾ ഫോക്കസ് കൊടുക്കേണ്ടത്. 4 ആളുകളുടെ അലി റളിയല്ലാഹു അൻഹും അതേപോലെ താരിഖ് ബിൻ സിയാദും അത്ര കൂടുതലായിട്ട് റിലവന്റ് ആയിട്ട് വരുന്നവരല്ല. താരിഖിന്റെ ആ കോട്ടായിരിക്കും ചിലപ്പോഴെങ്കിലും വരാറുള്ളത്, അതേപോലെ അലി റളിയല്ലാഹുവിന്റെയും കോട്ടായിരിക്കും ചിലപ്പോൾ വരിക. ഇമാമുൽ മുൻഷീൻ എന്നുള്ളതൊക്കെ അവരുടെ ഒരു സ്ഥാനമല്ല, ആ രീതിയിലും ചിലപ്പോൾ വരാം. എന്നാൽ സിയാദ് ഹജ്ജാജിന്റേതാണ് മറ്റുള്ളവരെ 2 പേരെക്കാളും കൂടുതലായിട്ട് വരാറുള്ളത് എന്ന കാര്യം ഓർമ്മിക്കുക. അവരെ ആ ഭാഗത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. റസായിൽ ഞാൻ പറഞ്ഞു അബ്ദുൽ ഹമീദ്, ജാഹിദ്, ഇബ്നുൽ ഹമീദും ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഇവർക്ക് നമ്മൾ നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുക. അതേപോലെ മക്കാമാത്ത് ബദീഉ സമാൻ ഹമദാനിയുമായി ബന്ധപ്പെട്ടാണ് ഹരീരിയേക്കാൾ കൂടുതലായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. ഓക്കെ,
ഇനി അതിനൊരു എക്സാമ്പിൾ കുസുബിന് ഞാൻ പറഞ്ഞ ജാഹിലിയ അവഗണിക്കണം എന്നല്ല, ജാഹിലിയയുടെ കുസുബിന് സാധ്യതയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹിക്കുമത്തുകൾ, ഫിലോസഫികൾ ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ ജാഹിലി പൂർണ്ണമായി അവഗണിക്കണം എന്നല്ല, ജാഹിൽ നമുക്ക് കുറച്ചേ ഉള്ളൂ. അക്സമിന്റെയും കുസിന്റെയും കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ, അവരുടെ ജസ്റ്റ് ഒരു ബയോഗ്രഫി ഒന്ന് നോക്കി വെക്കേണ്ട ആവശ്യം ആ ഭാഗത്ത് വരുന്നുള്ളൂ. ഇനി യൂണിറ്റ് 3 രണ്ട് പാർട്ടാണ് പ്രധാനമായിട്ടുള്ളത്. ഈ രണ്ട് ഭാഗവും ഒരുപോലെ പ്രധാനമാണ്. മഹജർ ഉന്തുലുസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. 3 കവിതയുടെ രീതികളെ കുറിച്ച്, പിന്നെ കവികളെ കുറിച്ചും, അതേപോലെ നെഹ്റുമായി ബന്ധപ്പെട്ടു. അപ്പോ ഈ ഭാഗത്ത് നോക്കുന്ന സമയത്ത് മഹജർ 2024 ഡിസംബറിൽ രണ്ട് ഭാഗത്തും ഒരേ അളവിലാണ്. 2024 ജൂൺ ആയ സമയത്ത് ഉന്തുലുസിലാണ് കൂടുതൽ, മഹജർ കുറവാണ്. 23 ഡിസംബറിലും അത് തന്നെയാണ് സ്ഥിതി. അപ്പോ കുറെ കൂടി ചോദ്യം നിലക്ക് നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് പ്രാധാന്യം വരുന്നത് മഹജറിനേക്കാളും ഉന്തുലുസാണ്. ഈ ഉന്തുലുസിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ മുവഷയെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. മുവഷ എന്ന് പറയുന്നത് കവിതയുമായുടെ ട്രെൻഡുകളുമായി ബന്ധപ്പെട്ടാണല്ലോ. ആ മുവഷയുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് ചോദ്യങ്ങൾ, നന്നായിട്ടാണ് ഒരുപാട് ചോദ്യങ്ങൾ എന്ന അർത്ഥത്തിലില്ല, ഡീപ്പ് ലെവലൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ കവികൾ എടുക്കുന്ന സമയത്ത് ഇബിനു ദർറാജ്, അതേപോലെ ഇബിനു ഹാനി, ഇബിനു സെയ്ദൂന്, ഇവര് വളരെ പ്രധാനപ്പെട്ടവരാണ്. ഇബിനു ഹാനി, ഇബിനു സെയ്ദൂൻ, ഇവര് മറ്റുള്ളവരെക്കാളൊക്കെ പ്രധാനപ്പെട്ടവരാണ്. നെസറില് പ്രധാനമില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇവരാണ് കൂടുതൽ പ്രാധാന്യം. ഇനി നമ്മള് മഹജർ എടുക്കുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ വരുന്ന 3 പേരുണ്ടല്ലോ, ജിബ്രാന്, അതേപോലെ ഈലിയ അബൂമാലി, പിന്നെ നസീബ്. ഈ 3 പേർക്കാണ് മറ്റുള്ളവരെക്കാളും പ്രാധാന്യമുള്ളത്. അപ്പോ അവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, അപ്പൊ അദബ് മഹജറിൽ സമയത്ത് ബുക്സ് വരാം. ഓക്കെ, ബുക്സിന്റെ ഓർഡർ വരാം. അതേപോലെ അവരുടെ മറ്റ് ബയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം. അപ്പോൾ ബുക്സ് എന്നുള്ളത് യൂണിറ്റ് 3 മഹജറിൽ മറ്റുള്ളതിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി നഖദിലെ ജാഹിലി കാലഘട്ടത്തിലെ നഖദിനും ഇസ്ലാമിക കാലഘട്ടത്തിലെ നഖദിനും കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ അവർ ടോപ്പിക് കൊടുത്തു എന്നേ ഉള്ളൂ. അതിന്റെ സബിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയ ആണെന്നൊന്നുമില്ല. അത് നമ്മൾ ജനറൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അബ്ബാസിയിലും ഹദീസിലും നമുക്ക് കൃത്യമായിട്ട് ആളുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റത്തേൽ അബ്ബാസിൽ അങ്ങനെ കാണുന്നില്ല. പക്ഷെ അസറുൽ ഹദീസിൽ നിന്ന് 4 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ജൂണിൽ എടുത്തു നോക്കിയാൽ 4-3 എന്നുള്ളതാണ് പ്രൊപ്പോർഷൻ. ഡിസംബറിൽ എടുത്തു നോക്കിയാൽ 3-2 എന്നുള്ളതാണ്. ഈ രീതിയിൽ അസറുൽ ഹദീസിനാണ് യൂണിറ്റ് 4 നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ തന്നെയും മന്ദൂർ, ത്വാഹ ഹുസൈൻ, അക്കാദ് പോലെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരെക്കാളും പ്രാധാന്യമുണ്ട്. ഓക്കെ. ഇനി 5 വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയതാണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. യൂണിറ്റ് 5 ഇൽമുൽ അറൂദിന് ഈ അടുത്തായിട്ട് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുമാണ്. നമ്മള് ഇതുവരെ 4 ബഹർ, അതിന്റെ തഫ്സീലത്തിൻ്റെത് എന്നുള്ളത് തൊബീലാണ്, അങ്ങനെ ആ രീതിയിൽ അങ്ങനെ പറഞ്ഞ് പാടാക്കി പോയതാ. ഇനി അങ്ങനെയല്ല. യൂണിറ്റ് 5 ഇൽമുൽ അറൂദിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഇൽമുൽ അറൂദ് വൽ ഖവാഫി പോലെയുള്ള ഗ്രന്ഥങ്ങളെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. ഇൽമുൽ ബയാനും ഇൽമുൽ ബദിയുമാണ് ഇൽമുൽ ബലാഗയിൽ ഏറ്റവും പ്രധാനം. പക്ഷേ ഈ കഴിഞ്ഞ തവണയൊക്കെ ഖബർ, ഇൻഷാ പോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇൽമുൽ മാനിയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. പേടിപ്പിക്കാനല്ല പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട് റിയാലിറ്റി അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഏരിയയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം. ഓക്കെ. ഇനി യൂണിറ്റ് 5 നോക്കൂ നിങ്ങൾ. 2004 ഡിസംബർ എടുത്ത് നോക്കിയാൽ ഇൽമുൽ അറൂദിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ, ഇൽമുൽ ബലാഗയിൽ നിന്നല്ല. ഓക്കെ. ഇൽമുൽ ബലാഗയിൽ നിന്ന് 3 ഉള്ളൂ. ഇൽമുൽ അറൂദിൽ നിന്ന് 5 ചോദ്യങ്ങൾ വരുന്നുണ്ട്. 2024 ജൂൺ എടുത്ത് നോക്കൂ, 4 ചോദ്യങ്ങളാണ് ഇൽമുൽ ബയാൻ അല്ലെങ്കിൽ ഇൽമുൽ ബദി ഉൾപ്പെടെ ഉള്ളത്. പക്ഷെ ഇൽമുൽ അറൂദിൽ നിന്ന് 6 ചോദ്യങ്ങളുണ്ട്. ഡിസംബർ എടുത്ത് നോക്കൂ, വളരെ കുറവാണ്. അപ്പോ ഈ കഴിഞ്ഞ 2 ടേമുകളിൽ ഇൽമുൽ അറൂദിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവർ ഗണ്യമായി കൂട്ടിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ. ആകെ വന്ന 8 ചോദ്യങ്ങളിൽ 5ഉം എവിടെ നിന്നാണ്? ഇൽമുൽ അറൂദിൽ നിന്നാണ്. ഇൽമുൽ അറൂദിലെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്ത് പോകാൻ പറ്റിയതുമല്ല പലതും. കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ തവണ ചോദിച്ചു നോക്കൂ, സബബ് എന്താണ്, ബത്തദ് എന്താണ്, ഫാസില എന്താണ്, ബത്തദ് മഫ്റൂഖ് എന്താണ്. അപ്പോ തഫ്ഈലത്തുകളുടെ ജുസ്ഇകളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ് ഈ ലാസ്റ്റ് ടൈമിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. കൃത്യമായി കോച്ചിങ്ങിലൊക്കെ ചേർന്ന് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം അത്ര ടഫ് അല്ല. കാരണം അവർക്ക് സിലബസിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സിൽ തന്നെ സബബ് എന്ത്, വത്തദ് എന്ത്, ഫാസില എന്ത്, വത്തദ് മഫ്റൂഖ് എന്ത് എന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അല്ലാതെ പേഴ്സണൽ ആയിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നന്നായി ഒരുപക്ഷെ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല ഇത്തരം ഭാഗങ്ങൾ.
ഓക്കെ, അതേപോലെ ആണോ ഇതില് ചോദിച്ചിട്ടുള്ളത് ഖബരിയായ ജുംലകൾ ഏതെന്നും. അപ്പോ ഇൻഷാ എന്ത്, ഖബരി എന്ത് എന്ന് ഇൽമുൽ മആനിയിൽ നിന്ന് വരുന്നതാണ്. ഇൽമുൽ മആനിയുടെ 8 ബാബുകളിൽപ്പെട്ട ഒരു ബാബാണത്. ആ ബാബിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. അടുത്തൊരു ടേമിന് ചോദിക്കുക അവർ അഹ്വാലുൽ മുതഅല്ലിഖാത്തിൽ ഫീലോ മറ്റോ ആയിരിക്കാം. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഈ പറയുന്ന ഇൽമുൽ മആനിയുടെ തന്നെ സബ് ടോപ്പിക്കുകളിലേക്ക് നമ്മൾ കുറെ കൂടി നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ബലാഗാവാദികൾ നന്നായിട്ട് വായിച്ചാൽ മതിയാകും. ഓക്കെ, ഇനി യൂണിറ്റ് 6 എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാനൊന്നുമില്ല, സബ് ടോപ്പിക് എന്നുള്ളത് പറയാനില്ല. പക്ഷെ അതിൽ നിന്ന് ചോദ്യങ്ങളും ഈ അടുത്തായിട്ട് കുറവാണ്. 2024 ഡിസംബറിൽ 2 ചോദ്യമാണ്, ജനുവരിയിൽ 5 ചോദ്യമുണ്ട്, 23 ഡിസംബറിൽ വീണ്ടും 3 ചോദ്യമാണ്. അപ്പോൾ ചോദ്യങ്ങൾ വളരെ കുറച്ചായിട്ടാണ് ഈ അടുത്ത് യൂണിറ്റ് 6ൽ നിന്ന് വരുന്നത്. 10-15 പുസ്തകങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റും. 17 പുസ്തകങ്ങളും മറ്റേ യൂണിറ്റ് 6ലുണ്ട്. ആ പുസ്തകങ്ങളുടെ എഴുത്തുകാരെ നമുക്ക് പഠിക്കാൻ. പക്ഷെ ആ രീതിയിൽ ചോദ്യങ്ങൾ യൂണിറ്റ് 6ൽ നിന്ന് ഇല്ല എന്നുള്ളതാണ് ഈ അടുത്തായിട്ടുള്ള നമ്മുടെ ഒരു അനലൈസിങ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനർത്ഥം അവഗണിക്കണം എന്നല്ല. യൂണിറ്റ് 6ൽ ഈ പറയുന്ന മസാദർ മറാജിയിൽ വരുന്ന ആദ്യത്തെ 5-6 യൂണിറ്റുകൾ നമ്മൾ ബുക്സുകൾ നമ്മൾ പഠിക്കണം. മസ്ദർ എന്ത്, മറാജി എന്ത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ബിബ്ലിയോഗ്രഫിയിലെ റെഫറൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ യൂണിറ്റ് 7 ആയിരുന്നു. കഴിയാനായി. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നെ പോയാൽ പോരെ? ഫാസ്റ്റ് സ്പീഡ് കുറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഫാസ്റ്റ് കൂടി പോകുന്നുണ്ടോ? ഹലോ. അപ്പൊ യൂണിറ്റ് 7 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കൂടി പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ഒരു ഭാഗമാണ്. ഓക്കെ, അതിൽ മെയിൻലി 2 സബ് ടോപ്പിക് യൂണിറ്റ് 7 ഒന്ന് ഷെയർ, മറ്റൊന്ന് നെസർ. ഈ നെസറിലാണ് മക്കാലയും അതേപോലെ കിസ്സ കസീറയും റിവായയും മസ്റഹിയയും എല്ലാം വരുന്നത്. ഓക്കെ, കിസ്സ കസീറ, റിവായ, മക്കാല, അതേപോലെ മസ്റഹിയ, ഇതെല്ലാം വരുന്നത് നെസറിന്റെ ഭാഗമായിട്ടാണ്. ഷെയർ 14 ആളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ 5 പേരാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, എന്നാൽ റിവായിലെ നമുക്ക് 12 പേരാണ്. റിവായിൽ 12 പേരുണ്ട്. ഈ പറയുന്ന മസ്റഹിയിൽ 5 പേരാണ്. കിസ്സയില് 6 പേരുണ്ടാവും. അപ്പോ യൂണിറ്റ് 7 എന്ന് പറഞ്ഞാൽ വലുപ്പം കൊണ്ട് ഏറ്റവും വലിയ യൂണിറ്റ്. 39 ആളുകളുണ്ട്. ഈ 39 ആളുകളിൽ കവിതയിൽ വരുന്ന 14 പേർക്കും ഒരുപാട് പുസ്തകങ്ങളൊന്നും ഇല്ലെങ്കിലും ആദ്യത്തെ 1-2-4-5 ആളുകൾക്ക് ഒരു ചെറിയ പുസ്തകങ്ങളേ ഉള്ളൂ. പക്ഷേ കവിതയിൽ തന്നെ അവസാനം വരുന്ന ഒരു 5-8 ആളുകൾക്ക് ഒരുപാട് കവിതാ സമാഹാരങ്ങളും മറ്റുമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കസീതകളുണ്ട്. മക്കാലയിൽ വരുന്ന 2 പേർക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതേപോലെ കിസ്സ കസീറയിൽ വരുന്ന 6 പേർക്ക് ഒരുപാട് കഥകളുണ്ട്. ഹിവായിൽ വരുന്ന 12 ആളുകൾക്കും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മസ്രഹിയിൽ വരുന്ന 5 പേർക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇങ്ങനെ ഒരാളുകൾക്ക് ശരാശരി ഒരു 10 പുസ്തകം എന്നുള്ള നിലക്ക് എടുത്താൽ പോലും 390 പുസ്തകങ്ങളായി. അത്ര നന്നായിട്ട് നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടാവും. ഞാൻ പേടിക്കാൻ വേണ്ടി പറയുകയല്ല. ഞാൻ പറഞ്ഞത് യൂണിറ്റ് 7 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ബുക്സുകളെ വിശദമായിട്ട് പഠിക്കണമെന്നോ മനസ്സിലാക്കണമെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ തന്നെ ഓരോ ഏരിയയിൽ നിന്നും, ഷെയറിൽ നിന്ന്, ദിവായിൽ നിന്ന്, മസ്റഹയിൽ നിന്ന്, ഖിസ്സ ഖസീറയിൽ നിന്ന്, ഈ ഞാൻ നേരത്തെ യൂണിറ്റ് 1ൽ പറഞ്ഞ പോലെ ഈ ഭാഗം കലക്കി കുടിച്ചു, ഇത് അവഗണിച്ചു, നിങ്ങൾക്ക് ഒരു 5-6 ചോദ്യം തെറ്റും, അഥവാ 10-20 മാർക്ക് നഷ്ടാകും. എല്ലാ ഭാഗവും പഠിക്കണം. കവിതയിൽ 5 പേരെ, ആദ്യത്തെ 5 പേരെ നിർബന്ധമായും വായിക്കുക. ദിവായിൽ വരുന്ന ആദ്യത്തെ 5-6 പേരെ നിർബന്ധമായും കൊറേ വായിക്കുക. കാര്യങ്ങൾ കേൾക്കുന്നില്ല. ഖിസ്സ ഖസീറയിൽ വരുന്ന ഒരു 5-6, തുടക്കത്തിൽ വരുന്ന 3 പേര്, അല്ലെങ്കിൽ നമ്മൾ അതിൽ ആദ്യത്തിലുള്ള 3-4 പേരെ നന്നായിട്ട് വായിക്കുക. കാര്യങ്ങൾ കേൾക്കുന്നില്ലേ? എന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമാണ്. നല്ലത് അവരുടെ പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഓരോ ഭാഗത്തെയും ഇമ്പോർട്ടന്റ് ഏരിയകൾക്ക് ഫോക്കസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. അങ്ങനെ വായിക്കുമ്പേ ആ യൂണിറ്റിന്റെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ഭാഗം കലക്കി കുടിച്ചാൽ ആ ഭാഗത്ത് നിന്ന് വരുന്ന 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാം. പക്ഷേ ബാക്കി 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ യൂണിറ്റ് 7ൽ എവിടെയൊക്കെയാണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഈ ആദ്യത്തെ 5 ആളുകളെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, യൂണിറ്റ് 7ലെ
ഷീറിൽ നിന്നാണ് ഈ തവണ 4 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇസ്സ ഖസീറിൽ നിന്ന് 1 വന്നിട്ടുള്ളൂ. റിവായിൽ നിന്ന് 2 മസ്രഹിയിൽ നിന്ന് 1. അപ്പൊ ഈ തവണ യൂണിറ്റ് 7ൽ നിന്ന് തന്നെ ആപേക്ഷികമായി ചോദ്യങ്ങൾ കുറവായിരുന്നു. അടുത്ത് കഴിഞ്ഞ ജൂണിലെടുത്താലോ 6 ചോദ്യം, 4 ചോദ്യം, 3 ചോദ്യം, 1 ചോദ്യം. അപ്പോ റിവായയും പോയട്രിയും എപ്പോഴും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്ഥിരമായിട്ടുള്ള ഒരു പ്രാധാന്യം കീപ്പ് ചെയ്യുന്നുണ്ട്. 14 ചോദ്യങ്ങളാണ് ഇത്തവണ കഴിഞ്ഞ തവണ ജൂണിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഖിസ്സ ഖസീറ 2, റിവായ 5, മസ്റഹിയ 7. പക്ഷേ ഷീറിൽ നിന്ന് 10 വന്നു. ആ 10 ഒന്ന് നിസാർ ഖുബാനിയുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് ആയിരുന്നു. അത് നമുക്ക് ലിംഗ്വിസ്റ്റിക് ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് യൂണിറ്റ് 10 നിന്നാണ് എന്ന് പറയാം. പക്ഷേ നിസാർ ഖുബാനിയുടെ ഖസീദയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കാലത്തിൽ നേരിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് അത് യൂണിറ്റ് 7ന്റെ ഭാഗമായി പരിഗണിക്കാം നമുക്ക്. അങ്ങനെ 10 ചോദ്യങ്ങൾ ഷീറിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് 24 ചോദ്യങ്ങളാണ്. 24 ഏതായാലും 19 നേരിട്ട് തന്നെ യൂണിറ്റ് 7മായി ബന്ധപ്പെടുന്നതാണ്. അപ്പോ യൂണിറ്റ് 7ന്റെ ചോദ്യങ്ങൾ കുറഞ്ഞ് വരികയാണ്. അടുത്ത തവണ ഒരു പക്ഷേ കൂടിയേക്കാം. പക്ഷെ നമ്മൾ എന്തായാലും പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഓർഡറിൽ പഠിക്കുക എന്നുള്ളതാണ്. ഷീർ, ശേഷം റിവായ, ശേഷം ഖിസ്സ, ശേഷം മസ്റഹ്. ഈ 2023 7 ചോദ്യങ്ങളിൽ 3 തൗഫീഖുൽ ഹക്കീം. അപ്പൊ യൂണിറ്റ് മസ്റഹിയിൽ പ്രധാനപ്പെട്ടത് തൗഫീഖും മാറൂനും അതേപോലെ അസീസ് ബാധയെ കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായ? ഷീറിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നത് ബാറൂദി, അഹമ്മദ് ഷൗക്കി ഈ രീതിയിലാണ്. പക്ഷെ മുഹമ്മദ് ദർവേഷ് അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. ദർവേഷിനെ കുറിച്ച് അല്ലാതെയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ദർവേഷ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരാളാണ്. ഓക്കെ, യൂണിറ്റ് 7 എന്നുള്ള ചോദ്യങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? തൈമൂറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മജ്മൂഅകളുടെ ഒരു വർഷമനുസരിച്ച് ക്രമീകരിക്കുക, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ വർഷമനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരാളുടെ തന്നെ രചനകൾ അതിന്റെ ഇസ്ദാറിന്റെ ഇയർ ബേസിലായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഓക്കെ, ഇത് അന്നൂർ ഫില്ലൂമിൽ ആഷിർ നേരത്തെ പറഞ്ഞിട്ടുള്ള ഖിസ്സ ഖസീറ സക്കരിയ താമരന്റേതാണ്. അപ്പൊ ഈ രീതിയിലും നല്ല യൂണിറ്റ് 7ല് ബുക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. യൂണിറ്റ് 3, 4, 7, യൂണിറ്റ് 6, യൂണിറ്റ് 9 ഇതൊക്കെ ബുക്സുകൾക്ക് നന്നായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട യൂണിറ്റുകളാണ്. ഓക്കെ, ഇനി യൂണിറ്റ് 8 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ യൂണിറ്റ് ആണ്. ഈ കഴിഞ്ഞ തവണ ഹർക്കാത്തുമായി ബന്ധപ്പെട്ടാണ് പൊതുവെ ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. പക്ഷേ ട്രെൻഡുകളെ കുറിച്ചും ഉണ്ടാവാറുണ്ട്. കാരണം കൺസെപ്റ്റുകൾക്ക് കുറെ കൂടി നെറ്റ് എക്സാമിൽ പ്രാധാന്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നഖദ് ജാഹിലിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണ 6 ചോദ്യം വന്നു. 6 ചോദ്യം വന്നു എന്നുള്ളത് തന്നെ അത്യാവശ്യം വലിയതാണ്. ഇതിൽ 3 ഹർക്കാത്തുകളെ കുറിച്ച്, 3 മദാരി ട്രെൻഡുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം മദാരിസുമായി ബന്ധപ്പെട്ടാണ്, 1 ട്രെൻഡുമായി ബന്ധപ്പെട്ട. ഇവിടെ 5 ചോദ്യവും മദാരിസുമായി ബന്ധപ്പെട്ടായി. ഓക്കെ, അപ്പോ യൂണിറ്റ് 8 ആപേക്ഷികമായി വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ വരുന്നതാണ്. അത് തന്നെയും കുറെ കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോ മദ്രസകളുടെ ലക്ഷ്യം എന്ത്, ഷീറുൽ ഖുർആന്റെ രീതി എന്ത്, ഇങ്ങനെ വളരെ ചെറിയ രീതിയിലൊക്കെ ചിലപ്പം ഒരു ഡീപ്പ് നമുക്ക് തോന്നുമെങ്കിലും പൊതുവെ ലളിതമായിട്ടുള്ള കൂടുതൽ ഗഹനമല്ലാത്ത ചോദ്യങ്ങളാണ് യൂണിറ്റ് 8ന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 9 നമ്മൾ വലിയൊരു യൂണിറ്റ് ആയിട്ട് പറയപ്പെടാറുള്ളതാണെങ്കിലും ഈ അടുത്തായിട്ട് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 9ൽ നിന്ന് ചോദ്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. തീരെ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ 3 പാർട്ടാണ്. ഒന്ന് പ്രോസ്, മറ്റൊന്ന് പോയട്രി, മറ്റൊന്ന് ബുക്സ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ബുക്സ് വരുന്ന 2 യൂണിറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് ബുക്സ് ചോദ്യത്തിൽ വരുന്നല്ല, ടൈറ്റിലിൽ തന്നെ ബുക്സ് എന്ന് പറയുന്ന ഭാഗം പഠിക്കാനുള്ളത് യൂണിറ്റ് 6ഉം യൂണിറ്റ് 9ഉമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ആളുകളാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നസറലി 1, 2, 3, 6 ഭാഗത്ത് വരുന്നത്. സിലബസ് നോക്കിയാൽ മനസ്സിലാവും ആരൊക്കെയാണ് ഒന്നാമത്, രണ്ടാമത് എന്നുള്ളത്. ഷീറിൽ ഈ 3 പേര്, ഇവിടെ 1, 2, 3, 4, 5, 8 ഈ ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഭാഗങ്ങൾ, ആ ബുക്സ് പഠിക്കുമ്പോൾ അതിന്റെ ഓർഡറിനെ കൂടി നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇനി പ്രോസുമായി ബന്ധപ്പെട്ട് നോക്കൂ. പ്രോസിൽ നിന്നാണ് പൊതുവെ ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത്. കാരണം അതിലാണ് ഷാഹുൽ ദഹ്ലവിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉള്ളത്. 3 ചോദ്യം വന്നു, ബാക്കിയുള്ള 2ൽ നിന്നും ഓരോ വീതം. ജൂണിൽ 2 ചോദ്യം, 2 ചോദ്യം, ഒറ്റ ചോദ്യം. ഓക്കെ, ഡിസംബറിൽ 3 ചോദ്യം, 2, 2. അപ്പൊ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂണിറ്റ് 9ലെ പ്രോസിന് മറ്റു ഭാഗങ്ങളെക്കാൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ല, 5 ചോദ്യം, 5 ചോദ്യം, 7 ചോദ്യം. ഈ രീതിയിലാണ് യൂണിറ്റ് 9ൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള യൂണിറ്റുകളിൽ നിന്നൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ യൂണിറ്റ് 10ലേക്ക് പോവുകയാണ്.
യൂണിറ്റ് 10 അവർക്ക് ചോദ്യം ഇട്ടിട്ട് മതിയാവുന്നില്ല. ഓക്കെ, യൂണിറ്റ് 10ന്റെ ഒരു ചിത്രം നോക്കൂ. ഇത് യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസുമായി മാസൂമിയുടെ ചോദ്യങ്ങള്, അതേപോലെ പോയട്രിയുടെ ഞാൻ നേരത്തെ യൂണിറ്റ് 1ൽ പറഞ്ഞു മുഅല്ലഖയുടെയും മറ്റൊക്കെ കവിത തന്നിട്ട് ആരുടേതാണ് എന്ന് ചോദിക്കുക. ഇത് നോക്കൂ, ഇത് ഫൈദുൽ ഹഖ് ഹൈറാബാദിയുടെ ഒരു കവിത തന്നു ചോദിക്കുകയാണ്. അപ്പോ ഇവരുടെ കവിതകൾ എവിടെയാന്ന് വെച്ചാൽ സഖാഫത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന നമ്മുടെ മാരിഫുൽ അവാരിഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അബ്ദുൽ ഹസനയുടെ പുസ്തകം ഉണ്ടല്ലോ. അപ്പൊ അതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്നത് അവരുടെ ചില രചനകളോ അല്ലെങ്കിൽ ചില കസീതയുടെ ഭാഗങ്ങളോ മറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ അവരുടെ ചില കവിത ശകലങ്ങളോ കൊടുത്തിട്ടുണ്ടാവും. ആ രീതിയിൽ നമുക്ക് അവരുടെ കവിതകൾ ചെറിയ രീതിയിലൊക്കെ പരിചയപ്പെടാൻ പറ്റും. ഓക്കെ, ഇതിലുണ്ടല്ലേ തെറ്റായ ജോഡി ഏത്, മുഷ്കിലാത്തുൽ ഖുർആൻ, അൻവർ ഷാ കാശ്മീരി, അങ്ങനെ ആ രീതിയിലൊക്കെ 4 ഭാഗങ്ങൾ. ഇപ്പൊ ഹമീദുദ്ദീൻ ഫറാഹിയുടേതല്ല ജിൻസുൽ ഖാലി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബുക്സിന്റെ ഓർഡർ തെറ്റിക്കുക. അപ്പൊ ബുക്സിന് പ്രാധാന്യമുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 9 എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് യൂണിറ്റ് 10, ലാസ്റ്റ് ഭാഗമാണ് യൂണിറ്റ് 10. യൂണിറ്റ് 10നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടമാനം ചോദ്യങ്ങൾ വരുന്നുണ്ട്. 3 ഭാഗമാണ്. ഒന്ന് തർജുമ ട്രാൻസ്ലേഷൻ, മറ്റൊന്ന് തത്ബീഖാത്തുൽ ലുഗ്വിയ്യ ലിംഗ്വിസ്റ്റിക് ആപ്ലിക്കേഷൻ, മറ്റൊന്ന് മഅലൂമ ആമ ജനറൽ നോളജ് ആണ്. ജനറൽ നോളജ് എന്നുള്ളത് അറബ് വേൾഡുമായി ബന്ധപ്പെട്ടാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. പക്ഷെ ആ രീതിയിലല്ല വരുന്നത് എന്നത് മാത്രം. ഇതിൽ തന്നെ നോക്കൂ, ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ്ലേഷനിൽ നിന്നാണ് വളരെ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഈ തവണ തന്നെ 28 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ തത്ബീഖാത്തുൽ ലുഗ്വിയ്യയുമായി ബന്ധപ്പെട്ടാണ്. ഈ ലിംഗ്വിസ്റ്റിക് ആപ്ലിക്കേഷനിൽ നിന്ന് എന്തുകൊണ്ട് ഇത്ര അധികം ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നെഹ്വ്, സർഫ് ഈ ഭാഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രാധാന്യങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ നെഹ്വും കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നമ്മൾ സമയമെടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി എന്താക്കാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാനും ആൻസർ ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മൾ അതിനു വേണ്ടി ഇരുന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് അതങ്ങ് നമുക്ക് എന്താക്കാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും, വലിയ ഈസി പ്രശ്നമൊന്നുമില്ല, ഈസിയാണ് എന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ നേരിടുന്നത് എങ്കിൽ നമുക്ക് യൂണിറ്റ് 10ൽ നിന്ന് വലിയ അളവിൽ മാർക്ക് നഷ്ടപ്പെടും. യൂണിറ്റ് 10 എന്നുള്ളത് മാർക്ക് കിട്ടാൻ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിറ്റ് 9 നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റുകളിൽ പറയാറുള്ളതും എണ്ണാറുള്ളതുമാണ്. പക്ഷേ ഈ അടുത്തായിട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, വളരെ കുറഞ്ഞ രീതിയിലേ വരുന്നുള്ളൂ. അങ്ങനെ വളരെ കുറഞ്ഞ രീതിയിൽ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൽ മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയുള്ളൂ. ഒരു 5-6 ചോദ്യങ്ങൾ വരുന്ന ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുകയും ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ അത്ര ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാർക്ക് നഷ്ടവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ഈ പറയുന്ന യൂണിറ്റ് 10ന് വേണ്ടിയിട്ട് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. എങ്ങനെ സ്പെൻഡ് ചെയ്യും, നമ്മള് കിട്ടുന്ന നെഹ്വിന്റെ സോഴ്സുകളും മറ്റൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിക്കുക. ഓക്കെ, അതില് നെഹ്വുൽ വാദിയിൽ നിന്നൊക്കെ ആയിരിക്കും പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ആ രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ നെഹ്വിന്റെ കാര്യങ്ങള്, ഇതിൽ തന്നെ നെഹ്വ് പൂർണ്ണമായിട്ടും വായിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എങ്ങനെയൊക്കെയാണെന്ന് ചോദ്യങ്ങൾ നെഹ്വിൽ എക്സ്പെക്ട് ചെയ്യാനേ പറ്റുന്നില്ല. തസ്നിയയുടെ കില എന്നും ആരും അങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിച്ചോളണമെന്നില്ല. കിലയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ അതത് നിങ്ങൾ എന്തായിട്ട് ശ്രദ്ധിക്കണം, കാരണം അതൊന്നും പലപ്പോഴും സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാം. ഇസ്തിസ്ന ശ്രദ്ധിക്കണം. ഇസ്തിസ്ന ഒരു ഗൈറുവിൻ്റെതാണ് ഒരു തവണ ചോദിച്ചിട്ടുള്ളത്. ഇസ്തിസ്ന എല്ലാവരും ഇല്ല ശ്രദ്ധിക്കും, ഗൈറ് ചിലപ്പോൾ ചില ആൾക്കാർ ശ്രദ്ധിച്ചോളണമെന്നില്ല. ഗൈറും ഇല്ലയും സെയിം തന്നെയാണ്. ഇല്ലന്റെ ശേഷം കൊടുക്കേണ്ട ഹുക്കും ഗൈറിൽ കൊടുക്കണം എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ആളുകൾ ഗൈറ് എന്നുള്ളത് കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ചിലപ്പോൾ ഐയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം കഴിഞ്ഞ് മുമ്പ് വന്നു.
അപ്പൊ ഇങ്ങനെ വിവിധ ഏരിയകളിൽ നിന്ന് നെഹ്വിന്റെ തന്നെ വിവിധ മൈന്യൂട്ട് ചോദ്യങ്ങളിലേക്കൊക്കെയാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ലാംഗ്വേജിന് കുറെ കൂടി പ്രാധാന്യം കൊടുക്കുന്നത്, ലിറ്ററേച്ചറിനേക്കാളൊക്കെ ലാംഗ്വേജിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ചില പാറ്റേണുകൾ അവർ മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമയമെടുത്ത് പഠിക്കാൻ, മനസ്സിലാക്കാൻ നമ്മൾ ഒരുങ്ങണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ അറിയാതെ പലപ്പോഴും ബേക്കോട്ടായി. ഇത് കണ്ടോ, ഈ ഒരു ചോദ്യം ഇത് താഖറത്തു താഖറത്തിൽ ഹാഫിലത്തു ഹംസത്ത സാഅത്ത്. ഇവിടെ സാഅത്ത് ഹംസത്തും തമ്മിലുള്ള അതതും എഴുതും തമ്മിലുള്ള ബന്ധാണ്. ഇവിടെ സായിദ് മൻ യഹ്താജ് മിൻഹു ഇലൽ മുസാഅദ, ഇവിടെ മൗസൂല സില, അവ അവിടേക്കുള്ള ദമീർ ആ രീതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇസ്തറക്ക ഖാലിദ് ഫി മുഅ്ലമിരിഹില, ഇസ്തറക്ക എന്ന് പറയുമ്പോൾ അവിടെ ഇസ്തിറാക്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് രണ്ടാളുമാണ്. ആ ലഫ്ദിനെ തന്നെ മാത്തയിൽ പിടിച്ചിട്ടാണ് ആ ചോദ്യം വരുന്നത്. ഇന്നൽ ഇഖ്തിസാദ ഇൽമു മിസ്ല അഷ്റ, അത് ശരിയാണ്. അവിടെ പ്രത്യേകിച്ച് ഇന്നയുടെ ഇസ്മു ഖബർ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ലാംഗ്വേജ് നഹ്വ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട രീതിയിലേക്ക് 10ൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതൊന്ന് ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോ ഒരു ക്ലാസ് എടുത്ത് നഹ്വ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ക്രമേണ അവിടെ ഇവിടെയൊക്കെ വായിച്ച് സ്വന്തമായിട്ട് നോക്കി സംശയമുള്ളതൊക്കെ ക്ലിയർ ചെയ്ത് ആ രീതിയിൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഈ ഒരു ചോദ്യം നോക്കൂ, പരസ്പരം വിരുദ്ധമായിട്ടുള്ള പദങ്ങൾ. അപ്പൊ നമുക്ക് എത്രത്തോളം വൊക്കാബുലറി എൻറിച്ച്മെന്റ് ഉണ്ടാവണം, പദങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. ഓക്കെ, ഇത് മഫ്ഊലുകൾ ഉണ്ടല്ലേ, മഫ്ഊല് ബിഹി, മഫ്ഊല് മുത്തലഖ്, ആ രീതിയിൽ ക്രമീകരിക്കുക. ചോദ്യത്തിൽ മഫ്ഊല് ബിഹിയാണ് ആദ്യം ഉള്ളത്. അപ്പൊ മഫ്ഊല് ബിഹി ആദ്യം വരുന്ന ഉദാഹരണം ആദ്യത്തിൽ എഴുതുക, പിന്നെ മഫ്ഊല് മുത്തലഖ്. ഇങ്ങനെ മഫ്ഊലുകൾ ചോദിക്കുന്നു എന്ന് മാത്രമല്ല, മഫ്ഊലുകള് ഓർഡറിൽ തന്നെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റുകൾ നന്നായിട്ട് പഠിക്കും. പോയട്രി, അതിന്റെ ഇനങ്ങള്, അതേപോലെ മൂവ്മെന്റുകളുടെ ലക്ഷ്യങ്ങൾ എന്ത്, മറ്റേതെന്ത്, ഷെറിൽ ഹുർ എന്ന് പറഞ്ഞാൽ എന്ത്, അതിന്റെ ലക്ഷ്യങ്ങള്, കാഫിയും മറ്റുമായിട്ട് അതിനോട് അതിന്റെ സമീപനം എന്ത്, ഇങ്ങനെ തുടങ്ങി. പിന്നെ അതേപോലെ അനുബന്ധ കാര്യങ്ങൾ നമുക്ക് അവഗണിക്കാൻ പറ്റുന്നതല്ല. അപ്പോ ഒരു മുഅല്ലക്കയിൽ 4 ആളെ പരീക്ഷയ്ക്കുള്ളത്, പക്ഷെ 3 പേര് ബാക്കിയുണ്ടല്ലോ, അവരെ കുറിച്ച് ചിലപ്പോൾ വന്നേക്കാം. ഈ കഴിഞ്ഞ ഞാൻ നേരത്തെ കാണിച്ച സ്ക്രീനിൽ അമൃതന് കുൽസുമിനെ കാണിച്ചല്ലോ, അതില് ഹംസിയാണെന്നൊരു ചോദ്യം. ഹംസിയ എന്ന് പറയുമ്പോൾ അത് ഹാരിസ് ബിൻ ഹിൽസയുടേതാണ്. അദ്ദേഹം മുലക്കയിൽ വരുന്ന മറ്റൊരാളാണ്. അപ്പൊ അങ്ങനെ നമുക്ക് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുമുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, നെഹവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പാരഗ്രാഫ് പോലെയുള്ളത് മനസ്സിലാക്കി നമുക്ക് 10 ആൻസർ കിട്ടും, 20 മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പാരഗ്രാഫ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ വൊക്കാബുലറി എൻറിച്ച്മെന്റ്, അല്ലെങ്കിൽ അറബി ഭാഷ നമുക്ക് വഴങ്ങുന്ന രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ കഥകളോ ചെറിയ ചെറിയ ജരീദയിലും ജറായിദിലൊക്കെ വരുന്ന ചെറിയ ന്യൂസുകളും മറ്റൊക്കെ ഒന്ന് വായിച്ചിട്ട് നമ്മൾ അറബിയോടുള്ളൊരു ഇണക്കം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ജൂണിന്റെ മറ്റേ കുറെ കൂടി ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ആയിരുന്നു. കുറെ കൂടി നല്ല മോഡേൺ അറബിക്കിലൊക്കെ പ്രാവീണ്യമുള്ള ആളുകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. അപ്പൊ നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ വേണം. നമുക്കൊരു നല്ല പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. സിലബസ് എന്ത്, എക്സാം പാറ്റേൺ എന്ത്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എന്ത്, അറബിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സിലബസിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അറബിക്ക് ബുക്സ് ഏതാണ്, റിസർച്ച് പേപ്പറുകൾ ഏതൊക്കെ നമുക്ക് അവലംബിക്കുക. നമുക്ക് നന്നായിട്ട് ടൈം മാനേജ് ചെയ്യണം. പിന്നെ പരീക്ഷകളൊക്കെ ഇങ്ങനെ മോക്കായിട്ട് എഴുതി നോക്കണം. അത് കോച്ചിങ്ങിന് ചേരുമ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് നടക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇത്തരം ഒരു എക്സാം എഴുതിയിട്ടുള്ള ഒരു പരിശീലനം കിട്ടൂല. ഏത് മത്സര പരീക്ഷയിലും എക്സാം ഹാൾ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് കോച്ചിങ് സെന്ററുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. പരീക്ഷയുടെ പ്രിപ്പറേഷന് വേണ്ടി ആദ്യത്തെ ഒരു മാസം നന്നായി പഠിച്ചു, 4-5 മാസം ഒന്നും പഠിച്ചില്ല, പിന്നെ അവസാനത്തെ മാസം പഠിച്ചാൽ ആദ്യത്തേത് മറന്നുണ്ടാവും, വീണ്ടും തലക്കെന്ന് തുടങ്ങേണ്ടി വരും. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലബസിന്റെ കൂടെ പൂർവ്വകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോഴാണ് നമുക്ക് വിജയത്തിലേക്ക് ലളിതമായിട്ട് എത്താൻ പറ്റുക. അപ്പൊ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഐഫറുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, ഹലോ.
ട്രാൻസ്ലേഷനിൽ ചോദ്യം ഇതാവുന്നുണ്ടല്ലോ, ബ്രേക്ക് ആവുന്നുണ്ടേ. ആരാണ് ചോദിക്കുന്നത്? ആരോ ചോദിക്കുന്നുണ്ടോ? വോയിസ് ഇവിടെ ബ്രേക്ക് ആവുന്നില്ല, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഇല്ല, ചോദ്യമില്ലേ? സാർ പറഞ്ഞല്ലോ ഈ യൂണിറ്റ് എയിലെ പിന്നെ ആദ്യത്തെ മൂന്നാള് ഓരോ യൂണിറ്റിന്റെ തുടക്കത്തിലുള്ളത്, അത് അങ്ങനെ തന്നെ, അതായത് ഇപ്പോൾ കൺഫ്യൂഷനുള്ള കേസാണ്. ഒന്ന് പഠിക്കുമ്പോൾ വേറെ പഠിക്കുമ്പോൾ അത് പഠിച്ചിട്ടുള്ള ഇതുള്ള, അപ്പൊ അത് പരീക്ഷ കഴിഞ്ഞാൽ കൺഫ്യൂഷൻ മാറലുണ്ട്. എന്നല്ല പഠിക്കേണ്ടത് മനസ്സിലായാലുണ്ട്. ചോദ്യം എന്താണ്? ഇത് മനസ്സിലായില്ല, കേട്ടില്ല, സോറി. ഇല്ല, പിന്നെ മനസ്സിലായി. ഞാൻ ചോദിച്ചത്, പിന്നെ ഇപ്പൊ ഓടിയപ്പെടല്ലേ? ഓക്കെ. ഈ യൂണിറ്റ് ആണല്ലോ വിശാലമായ ഒന്നും. അപ്പോ ആദ്യത്തെ പിന്നെ ഓരോ യൂണിറ്റിലോ ഓരോ സബ് ടോപ്പിക്കിലോ ആദ്യത്തെ ഒരു മൂന്നാളത്തെയാണോ ഡീപ്പായിട്ട് നോക്കല്, ബാക്കിയൊന്ന് നോക്കണം, അതിലൊരു ഫോക്കസ് കൊടുക്കുവാണെന്നാണ് സാർ ഉദ്ദേശിച്ചത്? അതായത് നമ്മളിപ്പോ കവിതയിൽ എടുത്തു നോക്കുമ്പോൾ കവികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാറൂദി, അഹമ്മദ് ഷൗക്കി, ഹാഫിദ്, സഫി മത്രാനാണ്. ഇവരാണ് അതിൽ ആദ്യം ഉള്ളത്. ഓക്കെ. അപ്പോ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അവരെന്ത് ചെയ്യണം, ഒന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അതിനെ കൂടെ ഞാൻ പറഞ്ഞു, ടേബിൾ ക്വസ്റ്റ്യനിൽ നിന്നും ചിലപ്പോൾ അവരല്ലേ വരാറുള്ളത്. കാരണം അവരെ വർഷം എല്ലാവർക്കും അറിയാം, അവർ കുറച്ച് മുമ്പുള്ളതുമാണ്. പക്ഷെ ഈ ബദർ ഷാക്കിർ ഇങ്ങനെയുള്ള ശേഷമുള്ള ആളുകളാണ് ടേബിൾ ക്വസ്റ്റ്യനുകളിൽ കൂടുതലും വരാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു നിസാർ കുബ്ബാനയുടെ പാരഗ്രാഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് അവരാണ് എങ്കിലും മറ്റുള്ളവരെ കുറിച്ച് ഒരു മിനിമം ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു. വേറെന്തെങ്കിലും വർഷം പറയാനുണ്ടോ? ഈ ഡെത്ത് ഓർഡർ പോലെ പിന്നെ ബർത്ത് ഓർഡർ പഠിക്കുമ്പോൾ ഓരോ ഭാഗം പഠിക്കുമ്പോൾ അതിന്റെ അനുസരിച്ച് പഠിക്കലോ അല്ലെങ്കിൽ വേറെ തന്നെ ഇരുന്നിട്ട് അത് വേറെ തന്നെ പഠിക്കലാണോ നല്ല? അതായത് ബർത്ത് ഡെത്ത് ഒക്കെ ചിലപ്പോ ഈ സിലബസിൽ കൊടുത്ത ഓർഡറിലായിരിക്കും ഉണ്ടാവാം. ബർത്ത് ഓർഡർ ഒക്കെ ചിലപ്പം എപ്പോഴെങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോ നമുക്ക് അവരെ ആ രീതിയിൽ വരുന്നത് ആ സിലബസിന്റെ ഒരു ഓർഡർ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതല്ലാത്തത് നമ്മളൊന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പേരിന്റെ മറ്റോ തുടക്കം അക്ഷരങ്ങൾ മാത്രം ഒരു ചെയിനാക്കിയിട്ടോ ആ രീതിയിലൊക്കെ ഒന്ന് കുറവയിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല, അതിന്റെ രീതികളെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയാലും കുഴപ്പമില്ല. പക്ഷെ ആ ബർത്ത് ഡെത്ത് ഓർഡർ എന്നുള്ളത് പല യൂണിറ്റുകളിലും ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് 3-ലും യൂണിറ്റ് 4-ലും യൂണിറ്റ് 7-ലും 9-ലും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? ഇനി ആർക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ? സാർ സാർ പറഞ്ഞോളൂ. ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. സാർ ശരി, നിങ്ങള് ഹലോ. പേഴ്സണലി വന്നു. ഷെറിൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഷെറിൻ ഈ വഫാത്തിന്റെയും അതേപോലെ ജനനത്തിന്റെയും മരണത്തിന്റെ ഓർഡർ വരല് നാഖദീങ്ങളാണെങ്കിൽ അവരെ മാത്രം, ഷുഹറാക്കളാണെങ്കിൽ അങ്ങനെ മാത്രം, ആ രീതിയിലാണ് അവരത് മിക്സ് ചെയ്തിട്ട് വരുന്നത്. കോമൺലി എങ്ങനെയാ വരിക? അതില് പൊതുവെ അങ്ങനെയാണ് വരാറുള്ളത്. പക്ഷേ ഇപ്പൊ യൂണിറ്റ് 1-ല് ഇപ്പൊ അബ്ബാസിയും ഈ പറയുന്ന അമവികളും മിക്സ് ആക്കിയാൽ നമുക്ക് തിരിയല്ലോ. ഇതിലിപ്പോ അബ്ബാസികളാ ശേഷം വരാൻ. നിങ്ങളുടെ ചോദ്യം ഇതാവുന്നുണ്ട്, സ്റ്റെക്ക് ആവുന്നുണ്ട്. ഞാൻ പൊതുവായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാണ്.
ഇപ്പോ വളരെ ക്ലിയർ ആയിരിക്കും എന്ത് യൂണിറ്റ് 1 അബ്ബാസിയും അമവിയും മിക്സ് ആക്കി തന്നാൽ അമവികൾ ആദ്യമാണ് അബ്ബാസികൾ ശേഷാണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. പക്ഷെ യൂണിറ്റ് 1 ഈ പറയുന്ന അബ്ബാസി കവികളും അതിനിടയിൽ യൂണിറ്റ് 2 റസായിലൊക്കെ വരുന്ന ജാഹിദ് ഇങ്ങനെ ആളുകളൊക്കെ മിക്സ് ചെയ്താൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല ഒറ്റയടിക്ക്. അപ്പോ ആ രീതിയിൽ ഏറെക്കുറെ സമകാലീനരായിട്ടുള്ള ആളുകളെ മിക്സ് ചെയ്ത് അവരൊരു ഏരിയയിൽ നിന്നല്ലെങ്കിൽ പോലും ചിലപ്പോൾ മിക്സ് ആവാം. യൂണിറ്റ് 7 പോയട്രി വരുന്ന ആളുകളും നോവലിൽ വരുന്ന ആളുകളും ഡ്രാമയിൽ വരുന്ന ആളുകളൊക്കെ സമകാലീനരായിരിക്കാം. പക്ഷെ അത് രണ്ടും ഒക്കെ ഓരോ സബ് ടോപ്പിക്കിൽ വരുന്നവരാണ്. പക്ഷെ അവരെല്ലാവരും മിക്സ് ചെയ്ത് ചോദിക്കാം. ചിലപ്പോൾ എന്താ പറയുക കവികളെ മാത്രം മിക്സ് ചെയ്തും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു സമകാലീനർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരത് മിക്സ് ആക്കൂലല്ലോ. രണ്ട് കാലഘട്ടം ആകുന്ന സമയത്ത്. അപ്പൊ യൂണിറ്റ് 3 രണ്ട് സബ് ടോപ്പിക്കാണ് മഹജറും മുദ്രിസും. അതൊരിക്കലും മിക്സ് ചെയ്യില്ല. കാര്യം രണ്ട് കാലം നമുക്കറിയാം. അത് അങ്ങനെ ചോദിക്കുന്ന തന്നെ ബ്ലറാണ്. ഓക്കെ.